മരുന്നു കമ്പനികൾക്ക് നേരെ ആക്രമണം, കനത്ത തിരിച്ചടി നൽകുമെന്ന് ഇറാൻ. ഇറാനിലെ മരുന്ന് നിർമ്മാണ കമ്പനികളെ ലക്ഷ്യമാക്കിയുള്ള ഇസ്രയേലിന്റെ ആക്രമണങ്ങൾക്ക് കനത്ത തിരിച്ചടി നൽകുമെന്ന് ഇറാൻ. ഒരു ലജ്ജയുമില്ലാതെയാണ് ഇസ്രയേൽ മരുന്ന് കമ്പനികളെ ബോംബെറിഞ്ഞ് തകർക്കുന്നതെന്ന് ഇറാൻ വിദേശകാര്യമന്ത്രി സെയ്ദ് അരാഗ്ചി പറഞ്ഞു. അനസ്തറ്റിക് അർബുദ മരുന്നുകൾ നിർമ്മിക്കുന്ന ഇറാന്റെ ഏറ്റവും വലിയ മരുന്ന് കമ്പനിയായ ടോഫിക് ദാരു റിസർച്ച് ആൻഡ് എഞ്ചിനീയറിംഗ് ആണ് വ്യോമാക്രമണത്തിനിരയായത്. ഇറാനിയൻ സർക്കാരിനു കീഴിലെ സാമൂഹിക സുരക്ഷാ നിക്ഷേപക കമ്പനിയുടെ ഉടമസ്ഥതയിലുള്ളതാണ് ടോഫിക്. UN ഉപരോധത്തെ തുടർന്ന് ഏറെക്കാലമായി മരുന്നുക്ഷാമം നിലനിൽക്കുന്നതിനിടയിലാണ് ഈ ആക്രമണം. എതിരാളികളുടെ ഉദ്ദേശങ്ങൾ വ്യക്തമാണ്, എന്നാൽ അവർക്ക് തെറ്റുപറ്റി. പ്രതിരോധമില്ലാത്ത പലസ്തീൻ ജനങ്ങളെയല്ല അവർ നേരിടുന്നത്. ഞങ്ങളുടെ കരുത്തുറ്റ സായുധ സേന അക്രമികളെ കഠിനമായി ശിക്ഷിക്കും, അരാഗ്ചി ഇസ്രയേലിന് മുന്നറിയിപ്പ് നൽകി. മേഖലയിൽ പ്രവർത്തിക്കുന്ന അമേരിക്കൻ ടെക് കമ്പനികളെയും ആക്രമിക്കുമെന്ന് ഇറാന്റെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് മുന്നറിയിപ്പ് നൽകി. സ്ഥാപനങ്ങളിലെ ജീവനക്കാരോടും സമീപവാസികളോടും ഉടൻ തന്നെ ഒഴിഞ്ഞുപോകാനും ഇറാൻ ആവശ്യപ്പെട്ടു. ഇറാനിയൻ നേതാക്കൾ ഇനി കൊല്ലപ്പെട്ടാൽ ബോയിങ്, ടെസ്ല, മെറ്റ, ഗൂഗിൾ, ആപ്പിൾ ഉൾപ്പെടെ 15ലധികം കമ്പനികളെ ആക്രമിക്കുമെന്നും IRGC മുന്നറിയിപ്പ് നൽകി. ഇന്റർനാഷണൽ ഡെസ്ക്, ജനശബ്ദം.